ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർക്ക്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, ക്വയർ ടീമിനും എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ വേദപുസ്തകത്തിൻ്റെ ഒരു സ്ട്രെച്ചർ എന്ന നിലയിൽ വളരെ വേഗത്തിൽ കടന്നുപോയി. ഞാൻ സാധാരണ അത്രയും വേഗത്തിൽ പോകാറില്ല. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം അതിൻ്റെ കിടപ്പ്, അതിൻ്റെ സ്ട്രെച്ചർ അറിയാതെ വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഇന്നലെ ഞാൻ വളരെ വേഗത്തിൽ ഓടിച്ചു പറഞ്ഞു. കാരണം എല്ലാവർക്കും അത് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും, പിന്നെ ഗ്രഹിക്കാൻ പറ്റാത്തവർ ചിലർ കാണും. പക്ഷേ എല്ലാം കൂടെ സമയക്കുറവായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ നമ്മൾ അല്പമായി വേദപുസ്തകത്തിൻ്റെ ഉള്ളിൽ, ഇല്ലയോ, ഞാൻ ഇന്നലെ പറഞ്ഞത് ആ രീതി ഒന്ന് മനസ്സിലാക്കുക. ബൈബിളിൻ്റെ അകത്തുനിന്ന് പഠിക്കുന്ന മുമ്പ് എന്താണ് ബൈബിൾ എന്ന് പഠിക്കണം. എന്താണ് ബൈബിൾ എന്ന് പഠിക്കുന്ന മുമ്പേ അത് മനസ്സിലാക്കുവാനൊരു തുറന്ന ഹൃദയത്തോടൊരു ഒരുക്കം ആവശ്യമാണ്. ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിൽ മാത്രമേ ദൈവവചനം എന്ത് ചെയ്യത്തുള്ളൂ, 100% ഫലം നൽകുകയുള്ളൂ. ഒരു ഡിനോമിനേഷൻ്റെ ഒരു രീതിയോ ഒന്നും ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം രക്ഷിതാവാണ്. പഴയ നിയമത്തിൽ അവൻ സൃഷ്ടിതാവും പുതിയ നിയമത്തിൽ അവൻ രക്ഷിതാവുമാണ്. സ്തോത്രം. അപ്പോൾ സൃഷ്ടിതാവായ ദൈവം, ഞാൻ പറഞ്ഞല്ലോ, ആദിക്ക് മുമ്പേ കാലം, അനാദികാലം, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആദിക്ക് മുമ്പേ അനാദികാലം. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അതിനുശേഷം ഈ പാഴും ശൂന്യവുമായി കിടന്ന രണ്ടാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 1:2 ശേഷം 3-ാം വാക്യം തുടങ്ങുന്ന മുമ്പേ രണ്ടാം വാക്യത്തിനും 3-ാം വാക്യത്തിനുള്ള ഗ്യാപ്പ് എത്രയും നമുക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര വർഷക്കാലം ഭൂമി പാഴും ശൂന്യമായി കിടന്നു എന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ 3-ാം വാക്യത്തിൽ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് തൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങി. അങ്ങനെ ദൈവം 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ സ്തുതിയോടെ ഇരുന്നാട്ട് ഞാൻ അന്ന് വളരെ അല്പം സ്ലോ ആയിട്ട് തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഴുതേണ്ടവർ എഴുതണമല്ലോ. ഇന്നലത്തെ പോലെയല്ല, വളരെ ശ്രദ്ധിച്ച നോട്ട്സ് എഴുതുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിന്ന് എന്നെ കണ്ട് ചോദിച്ചിട്ട്, പാസ്റ്റർ ഇന്ന വാക്യം മനസ്സിലായില്ല, ഇത് ഞാൻ കുറിച്ചില്ല, ഇതെനിക്ക് വേണം എന്ന് ചോദിച്ചാൽ തീർച്ചയായും എത്ര സമയമായാലും നിന്ന് ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ഒത്തിരി വിഷയമുള്ളതുകൊണ്ട്, നമുക്ക് സമയക്കുറവായതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആദമിനെ സൃഷ്ടിച്ചു. ഇന്നലെ ഞാൻ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്പമായി പറഞ്ഞു. ദൈവം ആദമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം അതിപ്രധാനമായ ഒരു വ്യക്തി എന്ന് പറയുന്നത് നോഹയാണ്. അതിനുശേഷം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ആ യാക്കോബയാണ് ദൈവം ഇസ്രായേൽ എന്ന് പേര് വെച്ചത്. അപ്പോൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മനസ്സിലായില്ല എങ്കിൽ ബാക്കി പുസ്തകങ്ങളെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ദൈവം സൃഷ്ടിതാവെന്നും എല്ലാത്തിൻ്റെയും ആരംഭം, സകലത്തിൻ്റെയും ആരംഭം ഇരിക്കുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അപ്പോൾ അവിടെ ആദമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, 5 കഥാപാത്രങ്ങൾ വളരെ പ്രധാനം. ഇവരെ ചുറ്റിയുള്ള അല്പം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം?
പഠിക്കണം. യാക്കോബ് മുതലുള്ള കാര്യങ്ങൾ അല്പം ഗൗരവമായി പഠിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ ട്വിസ്റ്റ് ചില കാര്യങ്ങളുണ്ട്. ആദാമിൻ്റെ ഒന്നാമത്തെ മകൻ്റെ പേരെന്തുവാ? പ്രൈസ് ദി ലോർഡ്. ആദാമിൻ്റെ ഒന്നാമത്തെ മകൻ്റെ പേര് കയീൻ. ഞാൻ ചിലപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെന്തോ പറയും? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 5-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കാമല്ലോ. മൈക്കുണ്ടോ? ഇല്ല. വായിക്കേ. ആദാമിന്റെ വംശപാരമ്പര്യമായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും അവനെ ഉണ്ടാക്കി. ആ ആ ആ ആ ആ ആ ആ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ഷേത്ത് എന്ന് പേരിട്ടു. അവനെന്താ പേരിട്ടു? ഷേത്ത്. അപ്പൊ ആദ്യത്തെ 4 അധ്യായം വായിക്കാത്തവർക്ക് ആദാമിന്റെ ആദ്യത്തെ മകന്റെ പേരെന്തുവാ? ചിലർക്ക് കൺഫ്യൂസാ. ചിലർ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ ഇതെന്തുവാ? അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ ട്വിസ്റ്റ് എന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആദമിൽ കൂടിയാണ് ഒരു വിശുദ്ധ സന്തതിയെ പ്രതീക്ഷിച്ചത്. ദൈവം ആദമിനെ സൃഷ്ടിച്ചു, സർപ്പം ഹവ്വയെ ചതിച്ചു, അവർ പാപം ചെയ്തു. അപ്പോൾ കായിൻ ഹാബേലിനെ കൊന്നു. അപ്പോൾ ഹാബേൽ മരിച്ചു, കായിൻ ശപിക്കപ്പെട്ടു. അപ്പോൾ അവിടെ ചാപ്റ്റർ ക്ലോസാ, തീർന്നു. എങ്കിലും ദൈവം ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമത്തെ ഒരു ചാൻസ് ആയിട്ട് വീണ്ടും ആദാമിൽ നിന്ന് അടുത്തൊരു തലമുറയെ കൊണ്ടുവരികയാണ്. അതാണ് അവിടുത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ആർക്കും കൺഫ്യൂസ് ആകരുത്. വീണ്ടും രണ്ടാമത് ദൈവം അവിടെ നിന്ന് തുടങ്ങുക. 5-ാം അധ്യായം, ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ നിന്ന്. അവിടെയും മനുഷ്യർ തെറ്റിയപ്പോൾ ദൈവത്തിൻ്റെ പ്രതീക്ഷ അടുത്ത് നോഹയിലായി. നോഹയിൽ നിന്നും ആമേൻ സേം, ഖാം, യാഫേത്ത് എന്ന 3 മക്കളുണ്ടായിരുന്നു. സേമിൻ്റെ വംശാവഴിയിൽ വന്ന ആളാണ് അബ്രഹാം. അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന് ഇസഹാക്കിനെ കൊടുത്തു. ഇസഹാക്കിന് യാക്കോബ് ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഭൂമിയിലെ ഇസ്രായേൽ ഉളവായി. ഈ അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ, വളരെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തോളണം, അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ, ഞാൻ വളരെ ചുരുക്കി പറയുക, അബ്രഹാമിനോട് കൂടെ ദൈവം പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഉയർത്തും എന്നൊക്കെ പറയും. അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 7 മുതലുള്ള ഭാഗം, 7 മുതൽ 21 വരെ. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവേ, ഞാൻ അതിന് അവകാശമാക്കും എന്നുള്ളത് എനിക്ക് എന്തോന്നാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. അവൻ അവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടിൻകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്നു. ഇതെല്ലാം അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്നു. ഭാഗങ്ങളെ നേർക്കുനേരെ വച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നു.
ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഇവിടെ മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി തങ്ങളുടേതല്ലാത്ത ദേശത്തിൽ 400 സംവത്സരം പ്രവാസികളായി പാർക്കും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? അവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് എങ്ങനെ അറിയുമെന്ന് അബ്രഹാമിൻ്റെ ചോദ്യത്തിന് ആട്ടുകൊറ്റനെയും കാളയെയും പ്രാവിൻ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നു, പക്ഷികൾ അവൻ എന്ത് ചെയ്തില്ല? പിളർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊരു യാഗമല്ല, ഇതൊരു ഉടമ്പടിയാണ്. അബ്രഹാമിൻ്റെ സംശയത്തെ തീർക്കുവാൻ ഇവിടെ ഉണ്ടായ ഒരു ഉടമ്പടിയാണ്. യെരമ്യ പ്രവചനം 34 അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കാം. യെരമ്യ പ്രവചനം 34 അധ്യായം അതിൻ്റെ 18, അതിൻ്റെ 19 വാക്യങ്ങൾ. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്റെ മുൻപാകെ ചെയ്ത നിയമത്തിന്റെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടികളെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരുശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. അവിടെ ഒരു ഉടമ്പടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ സന്തതി തങ്ങളുടെ എല്ലാ ദേശത്തിൽ എന്ത് ചെയ്യും? 400 വർഷം അവർ പ്രവാസികളായി പാർക്കും. പിന്നീട് അവരെങ്ങനെ വരും? അതിൻ്റെ 14 വാക്യം, ഉൽപ്പത്തി പുസ്തകം 15:14. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. അവർ 400 സംവത്സരം പ്രവാസികളായി ഇരിക്കുമെങ്കിലും അവർ വളരെ സമ്പത്തോടുകൂടെ അവിടെ നിന്ന് എന്ത് ചെയ്യും? പുറപ്പെട്ടു വരും. ഇത് അബ്രഹാമിനോട് പറഞ്ഞ കാര്യം. അപ്പോൾ അങ്ങനെ അബ്രഹാമിന് ശേഷം ഇസഹാക്ക്, യാക്കോബ്, ഇല്ലയോ? യാക്കോബിൻ്റെ കാലത്ത് കാനാൻ ദേശത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ അവർ മിസ്രൈമിലേക്ക് എന്ത് ചെയ്തു? സ്തോത്രം, ധാന്യം വാങ്ങാൻ പോകുവാനിടയായി. അതിനു മുമ്പേ യോസേപ്പിനെ ദൈവം അവിടെ അയച്ചിരുന്നു. യോസേപ്പ് അവിടെ ആയിരുന്നു, ഇല്ലയോ? ഞാൻ ചുരുക്കി പറയൂ, എല്ലാം പറയാൻ സമയമില്ല. അപ്പം അങ്ങനെ സഹോദരനുമായി യോസേപ്പുമായി പരിചയപ്പെട്ടു. ഇവരങ്ങ് മിസ്രൈമിൽ പോയി സെറ്റിലായി. എന്നാൽ പുറപ്പാട് പുസ്തകത്തിലെ വരുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈമിൽ കിടന്ന് നിലവിളിക്കുന്നതും അവരുടെ കരച്ചലും അവരുടെ പല്ലുകടിയും കണ്ട ദൈവം അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം മോശയോട് പറഞ്ഞു, പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിലെ അതിൻ്റെ 10 വാക്യം, നീ വാ, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് എൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ അയക്കും. അപ്പോൾ അങ്ങനെ ദൈവം മോശയോട് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 3 അധ്യായം അതിൻ്റെ 21-22 വാക്യം, ഞാൻ മിസ്രൈമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയോടെ പോരേണ്ടി വരികയില്ല. ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രൈമ്യരെ കൊള്ളയിടുകയും വേണം. അബ്രഹാമിനോട് പറഞ്ഞു, വളരെ സമ്പത്തോടെ അവരെന്ത് ചെയ്യും? അവിടുന്ന് പുറപ്പെടും. അബ്രഹാമിനോട് പറഞ്ഞതാ. അബ്രഹാം, അതിനുശേഷം ഇസഹാക്ക്,
യാക്കോബിൻ്റെ കാലത്ത് സ്തോത്രം, അവർ പ്രവാസത്തിലേക്ക് പോയി. അവിടെ 400 സംവത്സരം അവർ പ്രവാസികളായി പാർത്തു. അതിനുശേഷം, അതിനു മുമ്പേ മോശയോട് പറഞ്ഞു അവർ സമ്പത്തോടെ എന്ത് ചെയ്യും? പുറപ്പെടും. പുറപ്പാട് പുസ്തകം 12-ന്റെ 35-ഉം 36-ഉം വാക്യം വായിച്ചു. പുറപ്പാട് പുസ്തകം 12-ന്റെ 35-36 വാക്യം. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രൈമ്യരുടെ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. ചോദിച്ചു. അങ്ങനെ അവർ മിസ്രൈമ്യർ എന്ത് ചെയ്തു? അവിടെ നിന്നെല്ലാം ചോദിച്ച് വാങ്ങി. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞു, അത് മോശയൊക്കെ പറഞ്ഞു. മോശ ജനത്തെ ഓർപ്പിച്ചു. ജനം അങ്ങനെ തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടെ നിന്നെല്ലാം വാങ്ങി പുറപ്പെട്ടു. അവർ പുറപ്പെട്ടത് എപ്പോഴാ? പുറപ്പാട് പുസ്തകം 12:41. പുറപ്പാട് പുസ്തകം 12-ന്റെ 430 സംവത്സരം കഴിഞ്ഞിട്ട്, അവിടെ ശ്രദ്ധിക്കണം, 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു. ആമേൻ. അബ്രഹാമിനോട് പറഞ്ഞത് എത്ര വർഷം? 400 വർഷം, ഇല്ലയോ? പക്ഷെ അവർ പുറപ്പെട്ടു എത്ര വർഷമായിരുന്നു? 430-ാമത്തെ വർഷമാണ്. അതെന്തോ അവിടുത്തെ ആ ഡിഫറൻറ്റ് വരാൻ കാരണം, അവിടെ 30 വർഷം യോസേപ്പ് ജീവിച്ചിരുന്ന 30 വർഷവും അവർക്ക് സുഖജീവിതമായിരുന്നു. ദൈവം പറഞ്ഞത് 400 സംവത്സരം പ്രവാസികളായി, അടിമകളായി പാർക്കുമെന്ന്. എന്നാൽ യോസേപ്പ് ജീവിച്ചിരുന്ന കാലത്ത് അവർ സ്തോത്രം 30 വർഷക്കാലം അവർ സുഖമായി അവർ ജീവിച്ചു. അതാണ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. അവിടുന്ന് വിടുവിക്കുവാൻ ദൈവം മോശയെ അയച്ചു. മോശ 40 വർഷം മരുഭൂമിയിൽ അവരെ വഴി നടത്തി. അപ്പോസ്തലപ്രവൃത്തി 13-18 നമുക്കത് കാണാൻ പറ്റും. മോശ 40 വർഷം അവരെ വഴി നടത്തി. യോശുവ 28 വർഷം, മോശയ്ക്ക് ശേഷം യോശുവ 28 വർഷം അവരെ വഴി നടത്തി. അതിനുശേഷം യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാർ 450 വർഷം അവരെ വഴി നടത്തി. അപ്പോസ്തലപ്രവൃത്തി 13-20 പ്രൈസ് ദി ലോർഡ്. അവരവിടെ 450 വർഷം വരെ ആ ന്യായാധിപന്മാർ അവരെ വഴി നടത്തി. അവസാനത്തെ ന്യായാധിപതിയായിരുന്നു ആര്? ശമൂവേൽ. 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിലെ ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യ ജാതന് യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവ് എന്നും പേർ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. ഓക്കെ, നമുക്ക് ഷോർട്ടായിട്ട് എഴുതി, നിങ്ങൾ എഴുതുന്നവർ എഴുതി വീട്ടിൽ ചെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ആ സ്ട്രക്ചർ മനസ്സിലായാൽ മതി. എല്ലാം ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓടിച്ച ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു പോകാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. സംശയമുള്ളത് നമുക്ക് പിന്നെയും പഠിക്കാം. കർത്താവിൻ്റെ വരവ് താമസിക്കുമെങ്കിൽ നമുക്ക് ധാരാളം അവസരമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ട്രക്ചർ മാത്രം, ഒരു ഔട്ട്ലൈൻ മാത്രം. അപ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ശമൂവേലിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് പോകാത്തത് കൊണ്ട് ജനങ്ങൾക്ക് വളരെ വെറുപ്പായി. അവരിങ്ങനെ ചോദിച്ചു, ഞങ്ങൾക്കൊരു രാജാവ് വേണം. ജാതികൾ ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്കൊരു രാജാവ് വേണം. ഇത് ശമൂവേലിന് വളരെ ദുഃഖമായി. അപ്പോൾ ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ജനം ഇങ്ങനെ പറയുന്നല്ലോ എന്ന്. അപ്പോൾ ആ ദുഃഖം, ശമൂവേലിന്റെ ദുഃഖം കണ്ടപ്പോൾ ദൈവം ശമൂവേലിനൊരു മറുപടി കൊടുത്തു. 8-7 യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ
ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല ഞാൻ അവരെ ഭരിക്കാത്തവണ്ണം. അവിടെ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? അതുവരെ അവരെ ഭരിച്ചതാര്? ദൈവം, ഇല്ലയോ? ദൈവം ഏദേൻ തോട്ടത്തിൽ ഡയറക്റ്റായിട്ട് ആദാമിനോട് സംസാരിച്ചു. അതിനുശേഷം മോശ മുഖാന്തരം ജനത്തെ നടത്തി. അതിനുശേഷം യോശുവ മുഖാന്തരം നടത്തി. അതിനുശേഷം ന്യായാധിപന്മാർ മുഖാന്തരം ദൈവം നടത്തി. അവസാനത്തത് ശമൂവേലായിരുന്നു. അപ്പൊ ദൈവം പറയുന്നത്, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം അവരെന്നെ റിജക്റ്റ് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ അവർക്ക് എന്താ വേണം? രാജാവ് വേണം. ദൈവം പറഞ്ഞു, ശമൂവേലോട് പറഞ്ഞു, ഒരു രാജാവ് ഓക്കെയാ, പക്ഷേ ഒരു രാജാവ് വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താക്കുമെന്നറിയാമോ? അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. ശമൂവേലിനോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്കൊരു രാജാവ് വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, നിങ്ങളുടെ അവസ്ഥ എന്തോ ആയിരിക്കുമെന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യത്തിലുണ്ട്. വായിക്കണ്ട, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ ആ രാജാവ് നിങ്ങളെ എങ്ങനെ നടത്തും, നിങ്ങളുടെ അവസ്ഥ എന്തോ ആയിരിക്കും എന്നുള്ളത് അവിടെ ജനം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാജാവിനെ ഏർപ്പെടുത്തി. ഇസ്രായേലിൻ്റെ 1ാമത് രാജാവ് ആരാണ്? ശൗല. അപ്പോസ്തലപ്രവൃത്തി 13:21. നമുക്ക് ചുരുക്കത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വായിക്കുന്നത്, അല്ല നമുക്ക് പഴയ നിയമത്തിലെല്ലാം വാക്കിയെടുത്ത് വായിക്കാൻ ഒരുപാടുണ്ടാകും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എവിഡൻസ് കിട്ടിയാൽ മതിയല്ലോ. 1ാമത്തെ രാജാവ് ആരായിരുന്നു? ശൗലായിരുന്നു. സ്തോത്രം. താൻ 40 വർഷം ഇസ്രായേലിനെ നടത്തി. ശൗൽ ദൈവത്തെ അനുസരിക്കാതെ പോയപ്പോൾ ദൈവം ശൗലിനെ തള്ളി ദാവീദിനെ തിരഞ്ഞെടുത്തു. 1 ദിനവൃത്താന്തം 29-ന്റെ 26-ഉം 27-ഉം വാക്യം. സ്തോത്രം. അവിടെ ദാവീദ് അവരെ 40 വർഷം അവരെ ഭരിക്കുവാൻ ഇടയായി. അതിനുശേഷം ദാവീദിന്റെ കാലം ശേഷം ദൈവം സൊലൊമോനെ എന്ത് ചെയ്തു? അവിടെ രാജാവാക്കി. 2 ദിനവൃത്താന്തം 9:30 നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവ് ശൗല്, 2ാമത് ദാവീദ്, 3 ശലോമോൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോരുത്തരും രാജാവാകുമ്പോൾ ദൈവം അവരുടെ സിംഹാസനത്തെ നിലനിർത്തി അവരുടെ തലമുറ തൻ്റെ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അവർ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം അവരെ കളഞ്ഞിട്ട് വേറെ രാജാക്കന്മാരെ ആക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ഒരുമിച്ച് ഭരിച്ച 3 രാജാക്കന്മാർ. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ഒരുമിച്ച് ഭരിച്ച 3 രാജാക്കന്മാർ: ശൗല്, ദാവീദ്, ശലോമോൻ. അതിനുശേഷം ശലോമോൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവത്തിന് ശലോമോനോട് സ്തോത്രം കോപം തോന്നി. ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണമെന്ന് പഴയ നിയമത്തിൽ അതിനു മുമ്പേ ദൈവം നിയമം കൊടുത്തിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കൊരു രാജാവ് വന്നാൽ ആ രാജാവ് എങ്ങനെയായിരിക്കണം? ആ നിയമം ആവർത്തന പുസ്തകം 17-ാം അധ്യായം, ആവർത്തന പുസ്തകം 17-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്. എന്നാൽ അവന് കുതിരകൾ, ശ്രദ്ധിക്കണം ഈ വാക്കെല്ലാം, ദൈവം തന്ന നിയമങ്ങൾ ലംഘിച്ചാൽ അത് ആരായാലും ദൈവം മാറ്റി നിർത്തും. അതാരായാലും ദൈവം എന്ത് ചെയ്യും? മാറ്റി നിർത്തും.
മോശയെ പോലും ദൈവം മാറ്റി നിർത്തി, ഇല്ലയോ? ഇത്രയും ശക്തനായ ഒരു ശുശ്രൂഷകൻ, ദൈവത്തിന് വേണ്ടി മനുഷ്യരോടും മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോടും മല്ലുപിടിച്ചു നിന്ന ഒരു ശക്തനായ ഒരു ശുശ്രൂഷകൻ. എന്നാൽ ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ ചാർജ് ഒഴിഞ്ഞ് യോശുവായ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മോശ, ഞാൻ അത്ഭുതപ്പെടുന്നത്, പലപ്പോഴും ജനത്തിന് വേണ്ടി മല്ല് പിടിച്ച് നിന്നവരാ, ഇല്ലയോ? കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ മോശ ദൈവത്തോട് നിന്ന്, കർത്താവേ, ഈ ജനത്തോട് നീ ക്ഷമിച്ചില്ല എങ്കിൽ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വെട്ടിക്കള, വേണ്ട. അത്രയ്ക്ക് ജനത്തിന് വേണ്ടി വൈരാഗ്യമായി നിന്ന് മല്ല് പിടിച്ച് നിന്ന മോശ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് മല്ല് പിടിച്ചു. ആ കാളക്കന്നിനെ അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി കുടിപ്പിച്ചു, തെറ്റ് ചെയ്തവനെ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും, ദൈവത്തിന് വേണ്ടി മനുഷ്യരോടും മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോടും മല്ല് പിടിച്ച് നിന്ന ഒരു ശുശ്രൂഷകനായിരുന്ന മോശ തെറ്റ് ചെയ്തപ്പോൾ ദൈവം മാറ്റി നിർത്തി. ഓ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കുക, എപ്പോഴും സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾക്ക് മുൻപേ 2,000 പേര് കൂടിയ സഭ തമിഴ്നാട്ടിൽ, പുള്ളിയുടെ വൃത്തികെട്ട സ്വഭാവം കണ്ടപ്പോൾ ജനമൊക്കെ പിരിഞ്ഞു പോയി. അവസാനം പുള്ളിക്ക് 80 പേരെന്തോ ഉണ്ടായിരുന്നു. പുള്ളി അങ്ങനെ പറയുക, 80 പേരുണ്ട്. 80 പേര് ഞാൻ അങ്ങ് പിരിച്ചു വിട്ടു. 80 പേര് എന്ത് ചെയ്തു? അഹങ്കാരം നോക്കണം. ജനത്തിന് എന്താ ശുശ്രൂഷ എന്നറിയാത്തതുകൊണ്ടാ, ഇല്ലയോ? വെളിച്ചപ്പാട് തുള്ളുന്നതെല്ലാം ശുശ്രൂഷയല്ല. അതുകൊണ്ടാണ് നമ്മൾ വചനം പഠിക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് നമ്മുടെ ബേസ് അങ്ങ് പോട്ടെ. ഓക്കെ. അപ്പോൾ ഒരു രാജാവ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ആ രാജാവിന് അനേകം കുതിരകൾ ഉണ്ടാകാൻ പാടില്ല. വായിച്ചാട്. അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്. മിസ്രൈമിൽ നിന്നാ കൊണ്ടുവന്നേ. അധികം കുതിരകൾ സംഭവിക്കുവാൻ വീണ്ടും മിസ്രൈമിലേക്ക് നിങ്ങൾ പോകരുത്. വിട്ടുവന്ന സ്ഥലത്തിൽ വീണ്ടും പോകരുത്. വായിക്കാം. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന്, ഇനിമേൽ വിട്ടുവന്ന മിസ്രൈമിലേക്ക് നിങ്ങൾ തിരിയരുതെന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ, അവന്റെ ഹൃദയം, ആ രാജാവായിരിക്കുന്നവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. ഒരുപാട് ഭാര്യമാരും ഉണ്ടാകരുത്. ഒരു രാജാവായാൽ ഒത്തിരി ഭാര്യമാരും ഉണ്ടാകരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. അവൻ തന്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് പുസ്തകത്തിൽ എഴുതിയെടുക്കണം. കണ്ടോ? അന്ന് ആ ന്യായപ്രമാണത്തിന്റെ പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശം ഇരിക്കുകയും, ആ പകർപ്പ്, അതിന്റെ കോപ്പി അവന്റെ കൈവശം ഇരിക്കുകയും, അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ച് ഉയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാല രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും വേണം. കണ്ടോ? ദൈവം പറഞ്ഞത്, ഒരുപാട് കുതിരകൾ വാങ്ങരുത്, വെള്ളിയും പൊന്നും ഒരുപാടങ്ങ് കൂട്ടരുത്, അനേകം ഭാര്യമാരൊന്നും ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ലേവ്യരുടെ കയ്യിലുള്ള പുസ്തകം വാങ്ങിച്ച് അതിൻ്റെ ഒരു പകർപ്പെടുത്ത് നിന്റെ ഹൃദയം അഹങ്കരിച്ച് പോകാതിരിപ്പാൻ നീയും നിന്റെ പുത്രന്മാരും സുഖമായി പാർക്കുവാൻ, നിന്റെ ഭരണം നിലനിൽക്കുവാൻ രാപ്പകൽ നീ ഇത് വായിച്ചോളണം. എങ്ങനെയുണ്ട്? ഒരു രാജാവിന് ദൈവം കൊടുത്ത നേരത്തെ എഴുതി വെച്ചത്.
എന്നാൽ ശലോമോന്റെ കാലത്ത് വന്നപ്പോൾ ശലോമോൻ എന്തൊക്കെ ചെയ്തെന്ന് ശ്രദ്ധിക്കുക. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യം. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു. കണ്ടോ, ശലോമോൻ രഥങ്ങളെയും കുതിരകളെയും ശേഖരിച്ചു. അവന് 1400 രഥങ്ങളും 1400 രഥങ്ങളും 12000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. അവരെ അവൻ രഥനഗരത്തിലും യെരൂശലേമിന്റെ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചു. രാജാവ് യെരൂശലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പും കൊണ്ട് കല്ല് പോലെയും ദേവദാരു താഴ്വീതിയിലെ പൊന്നും വെള്ളിയും കല്ലുപോലെയാ. പൊന്നും വെള്ളിയും കല്ലുപോലെ അങ്ങ് വാരിക്കൂട്ടി. വേദപുസ്തകത്തിൽ പറയുന്നു അവന്റെ കാലത്ത് വെള്ളിക്ക് ഒരു വിലയും ഇല്ല. വെള്ളിക്കൊരു വിലയും അത്രമാത്രം വലിച്ചു കൂട്ടി. ദൈവം പറഞ്ഞു വെള്ളിയും പൊന്നൊന്നും വലിച്ചു കൂട്ടരുത്. അത്രമാത്രം അത് കൂട്ടി. വായിച്ചാൽ ദേവദാരു താഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയും ആക്കി. ശലോമോന് കുതിരകളെ കൊണ്ടുവന്നത് മിസ്രൈമിൽ നിന്നായിരുന്നു. എവിടെ നിന്ന് കൊണ്ടുവന്നു? ദൈവം എന്താ പറഞ്ഞു? കുതിരകൾ വാങ്ങാൻ മിസ്രൈമിലൊന്നും പോകരുത്. നല്ല ക്വാളിറ്റിയുള്ള കുതിര മിസ്രൈമിലുണ്ട്. അതുകൊണ്ട് ആളയച്ച് എന്ത് ചെയ്തു? ആമേൻ, മിസ്രൈമിൽ നിന്ന് കുതിരകളൊക്കെ വരുത്തി. അപ്പോൾ വെള്ളിയും പൊന്നും വലിച്ചു കൂട്ടി, രഥങ്ങളൊക്കെ വലിച്ച് ഒത്തിരി ഉണ്ടാക്കി. ഇല്ലയോ? ആമേൻ, സ്തോത്രം. ഇനി എന്ത് ചെയ്തു? വായിച്ചാണ്. രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. അവർ മിസ്രൈമിൽ നിന്ന് രഥം 1-ന് 600 കുതിര 1-ന് 150 വെള്ളി ശേക്കൽ വില കൊടുത്തു വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്ന് കൊടുക്കും. ഭയങ്കര കച്ചവടക്കാരനായി. ഇപ്പൊ കുതിര കച്ചവടക്കാരനാ, ഇല്ലയോ? അപ്പോ ഒരു രാജാവ് വരുമ്പോൾ ഒരു രാജാവ് ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിയമമുണ്ട്. പക്ഷെ നിയമങ്ങളൊക്കെ വിട്ട്, ഇല്ലയോ? ആരാ തെറ്റിയെന്നറിയാമോ? മഹാജ്ഞാനി എന്നറിയപ്പെടുന്ന ശലോമോനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എന്ത് സംഭവിച്ചു? 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബിയർ, അമ്മോനിയർ, യമോരിയർ, സീദോനിയർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. അനേക ജാതികളിൽ നിന്ന് സ്ത്രീകളെ അവൻ വിവാഹം കഴിച്ചു. അപ്പോ ഒരു രാജാവിന് ദൈവം കൊടുത്തിരുന്ന നിയമം, ദൈവം നേരത്തെ എഴുതി കൊടുത്ത പ്രമാണം, തൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരിക്കണം, അവൻ വായിക്കണം. ശരിക്കും വായിച്ചു കാണത്തില്ല, അല്ലയോ? ശരിക്കും വായിച്ചു കാണത്തില്ല. ദൈവം പറഞ്ഞ ഒരു രാജാവ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. പുസ്തകം വായിക്കാത്തതിൻ്റെ കുഴപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലായിടത്തും ഉണ്ട്. വേദപുസ്തകത്തിൽ അവിടെ എവിടെയായിട്ട് കാണാൻ പറ്റും. പുസ്തകം വായിച്ചവൻ്റെ ഗുണവും പുസ്തകം വായിക്കാത്തവൻ്റെ ഗുണവും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുസ്തകം വായിച്ച് പുള്ളി മനസ്സിലാക്കി മര്യാദയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ ആമേൻ, ആ തലമുറയായി ആമേൻ ഇസ്രായേലിനെ ഭരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചേന്. ഇപ്പൊ അനേക ഭാര്യമാരെ എടുത്തു. അവരോട് കൂടി കലർച്ചരുത്. വേണ്ട, ഇനി നമുക്ക് കൂടുതൽ വായിക്കാനുള്ള സമയമില്ല, ഞാൻ വേഗത്തിൽ അങ്ങോട്ട് പോവാം. അപ്പൊ അവിടെ അനേക ഭാര്യമാരെ എടുത്തു. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ 2 പ്രാവശ്യം ദൈവം പ്രത്യക്ഷനായി പറഞ്ഞു, ശലോമോനെ നീ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ വേണ്ട. 2 പ്രാവശ്യം പറഞ്ഞു. അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ദൈവത്തിന് കോപം വന്നപ്പോൾ ദൈവം പറഞ്ഞു, 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ന്റെ 11 മുതൽ 13 വരെ വായിക്കും. യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് കോപിച്ചു. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്ങളിൽ നിന്ന് നിശ്ചയമായി പറിച്ച് ഞാൻ നിശ്ചയമായി എന്ത് ചെയ്യും? പറിച്ചെടുക്കും. നിന്റെ ദാസന് കൊടുക്കും. നിന്റെ ദാസന്, നിന്റെ വേലക്കാരന് കൊടുക്കും. ശലോമോനോട് ദൈവം പറയുക. പക്ഷെ ദാവീദിനൊരു വാഗ്ദത്തം കൊടുത്തു ദൈവം. എൻ്റെ പ്രമാണം അനുസരിച്ച് പോകുന്നവന് നിന്റെ തലമുറകൾ പോകുന്നെങ്കിൽ തലമുറയായി നിന്റെ സന്തതി തന്നെ ഈ സിംഹാസനത്തിലിരിക്കും. തലമുറയായി ഈ സിംഹാസനത്തിലിരിക്കാൻ ഒരു ആൺതരി ഇല്ലാതെ പോകത്തില്ല എന്ന് ദാവീദിന് ദൈവം വാഗ്ദത്തം കൊടുത്തു.
എന്നാൽ സലോമോൻ സ്തോത്രം ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇനി അത് ശരിയാകത്തില്ല. രാജ്യത്വം നിങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനെ പറിച്ചെടുത്ത് നിന്റെ വേലക്കാരന്റെ കയ്യിൽ ഞാൻ കൊടുക്കും. വായിക്കാം. എങ്കിലും നിന്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല. ആമേൻ. ഞാൻ ചെയ്യേണ്ടതാണ്, പക്ഷേ നിന്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാനത് ഇപ്പൊ ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക, മനസ്സിലാവുന്നുണ്ടോ? ഞാനത് പറിക്കും, ഇപ്പൊ പറിക്കേണ്ടതായിരുന്നു, പക്ഷേ നിന്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാനതിപ്പോ ചെയ്യുന്നില്ല. എന്നാൽ നിന്റെ മകന്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും. എങ്കിലും രാജ്യത്വം മുഴുവനും പറിച്ചു കളയാതെ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത് യെരൂശലേമിൽ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും. കരുണയുള്ള ദൈവം ഇസ്രായേലിന്റെ വേരറ്റ് പോകാതിരിപ്പാൻ, ദാവീദിന്റെ വംശത്തിന്റെ വേരറ്റ് പോകാതിരിപ്പാൻ, യെരൂശലേമിന്റെ നാമം മഹത്വപ്പെടുവാനും നിലനിൽപ്പാനും അവിടെ 2 ഗോത്രത്തെ ദൈവം മാറ്റി നിർത്തി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് നിമിത്തം ഒരു ഗോത്രവും യെരൂശലേം നിമിത്തം ഒരു ഗോത്രവും, അങ്ങനെ 2 ഗോത്രത്തെ ദൈവം എന്ത് ചെയ്തു? മാറ്റി. അപ്പോ സലോമോൻ മരിച്ചപ്പോൾ അവന്റെ മകൻ രെഹബയാം ആ സ്ഥാനത്ത് രാജാവായി. സലോമോന്റെ മകൻ രെഹബയാം ആ സ്ഥാനത്ത് രാജാവായി. അപ്പോൾ ജനങ്ങളെല്ലാം വന്ന് ചോദിച്ചു, നിന്റെ അപ്പനായ ശലോമോൻ ഞങ്ങളുടെ മേൽ വെച്ചത് വരി ഭയങ്കരമാണ്, അല്പം ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് പോയിട്ട് നാളെ വരും, 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനെന്തോ പഴയ അപ്പൻ്റെ കാലത്ത് കൊട്ടാരത്തിൽ ഇരുന്ന മന്ത്രിമാരെ വിളിച്ച് ചോദിച്ചു, ജനം ഇങ്ങനെ പറയുന്നു, എന്ത് ചെയ്യാം? അപ്പോൾ അവർ പ്രായമുള്ളവർ പറഞ്ഞു, ശരിയാണ്, അത് നിന്റെ അപ്പൻ വെച്ച വരിയൊക്കെ ഇത്തിരി കൂടുതൽ കുറച്ച് കൊടുത്താൽ കൊള്ളാം. അതിനെ വിട്ടിച്ച് ഈ രെഹബയാം യൗവനക്കാരെ വിളിച്ചു, തൻ്റെ ഏജിന് ഒത്ത ആൾക്കാരെ വിളിച്ച് ചോദിച്ചു, എന്ത് ചെയ്യാം? അവർ പറഞ്ഞു, വിടരുതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എൻ്റെ ഈ ചെറിയ വിരൽ എന്നുള്ളത് അപ്പൻ്റെ ഇടുപ്പിൻ്റെ ഈ ഹിപ്പിൻ്റെ അളവാണ്. അതിൻ്റെ അർത്ഥം, എൻ്റെ അപ്പൻ നിങ്ങളെ ചാട്ടവാറ് കൊണ്ട് അടിച്ചെങ്കിൽ ഞാൻ നിങ്ങളെ തേളുകൊണ്ട് കടുപ്പിക്കും. അപ്പോൾ വരി കൂട്ടും എന്നാണ് അതിൻ്റെ ഐഡിയ പറഞ്ഞത്. നമ്മളിത് ശ്രദ്ധിക്കുമ്പോൾ ദൈവം നേരത്തെ പറഞ്ഞു, ഞാൻ രാജ്യഭാരം നിന്നിൽ നിന്ന് പറിച്ച് നിന്റെ വേലക്കാരന് കൊടുക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് കണ്ടാൽ പ്രകൃതിയായി, നേച്ചറായി സംഭവിക്കുന്നത് പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? പ്രകൃതിയായി, നേച്ചറായിട്ട് സംഭവിക്കുന്നത് പോലെ ഇരിക്കും. ദൈവം അതിൻ്റെ പിന്നിൽ ഭയങ്കരമായി പ്രവർത്തിച്ചു. അപ്പോൾ ഇസ്രായേൽ, രെഹബയാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, അതൊന്നും പറ്റുകയില്ല, ഇനി സ്തോത്രം, നിങ്ങളുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പിരിഞ്ഞപ്പോൾ 10 ഗോത്രം അവരെ വിട്ട് അങ്ങ് പോയി. 10 ഗോത്രം അവരെ വിട്ട് പോയി. ഇവിടെ ഇസ്രായേൽ 12 ഗോത്രം 2ആയി പിരിയുന്നതായിട്ട് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. 10 ഗോത്രം ഇസ്രായേൽ എന്നും 2 ഗോത്രം യഹൂദ എന്നും പിരിയുന്നു. പ്രൈസ് ദി ലോർഡ്. യഹൂദ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും അവര് പോയി. സ്തോത്രം. അവര് സ്തോത്രം യഹൂദ ഗോത്രം എന്ന് അറിയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വെച്ച് 12 ഗോത്രം 2ആയി പിരിഞ്ഞല്ലോ. ഹല്ലേലൂയ. ഇസ്രായേൽ 10 ഗോത്രം വടക്കൻ രാജ്യമെന്നും, ഇസ്രായേലിന്റെ 10 ഗോത്രം വടക്കൻ രാജ്യമെന്നും 2 ഗോത്രം തെക്കൻ രാജ്യമെന്നും അറിയപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? വടക്കൻ രാജ്യവും തെക്കൻ രാജ്യമെന്നും അറിയപ്പെട്ടു. ഇപ്പോ ഈ യൂദ ബെഞ്ചമിൻ 2 ഗോത്രവും അവരുടെ തലസ്ഥാനം എന്നുള്ളത് യെരൂശലേമാണ്. അവരുടെ തലസ്ഥാനം ഏത്? യെരൂശലേം. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ള
10 ഗോത്രം, വടക്കൻ ഗോത്രം എന്ന് പറയുന്നവർ, അവർ സമാര്യയെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിക്കൊണ്ട് അവിടെ അവർ ഭരണം നടത്തി. ഇപ്പൊ ഇസ്രായേൽ എന്തായി? 2 പിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇപ്പൊ രണ്ടായിട്ട് ട്വിസ്റ്റായി പിരിഞ്ഞു, ഇല്ലയോ? ഓക്കെ. അപ്പൊ ഇസ്രായേൽ പിരിഞ്ഞതിന് ശേഷം, പ്രൈസ് ദി ലോർഡ്, ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത്, ആമേൻ, ഇസ്രായേലിന് ജെരബയാം, യഹൂദയ്ക്ക് രഹേബയാം. പ്രൈസ് ദി ലോർഡ്. 2 രാജാക്കന്മാരായി. പ്രൈസ് ദി ലോർഡ്. ഇതില് ഈ ഇസ്രായേൽ 10 ഗോത്രം പിരിഞ്ഞു വടക്കൻ രാജ്യമായെങ്കിലും ഇവർക്ക് ആരാധനയ്ക്ക് പോകണമെങ്കിൽ യെരുശലേമിൽ പോകണം. ഇവരുടെ ആരാധന സ്ഥലം എവിടെ? യെരുശലേമിൽ. അപ്പോൾ ഇത് കണ്ടിട്ട് രഹോബെയാം ആ രാജാവ് ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ ജനം, എൻ്റെ കീഴിലിരിക്കുന്ന ഈ 10 ഗോത്രം ഇവർ ആരാധനയ്ക്ക് പോയി അവരങ്ങനെ അവരുടെ പഴയ അല്ലെ അവരുടെ ബന്ധം പുതുക്കി ചിലപ്പോൾ യെരുശലേമിൽ അവരിരുന്ന് കഴിഞ്ഞാലോ, അപ്പം യെരുശലേമിൽ ഇരിക്കുന്ന 2 ഗോത്രം കൂടെ ഇവരോട് ചേർന്ന് എനിക്കെതിരായി യുദ്ധത്തിന് വന്നാലോ. അങ്ങനെ പുള്ളി ചിന്തിച്ച് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ആരാധനയ്ക്ക് പോകുന്ന കാര്യത്തെ തടസ്സം ചെയ്തു. എങ്ങനെ തടസ്സം ചെയ്തു? ഞാൻ ചുരുക്കി പറയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം യൊരോബെയാം എഫ്രൈം മലനാട്ടിൽ ശേഖരം പണിത് അവിടെ പാർത്തു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെനുവേലും പണിതു. എന്നാൽ യൊരോബെയാം തന്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിനായി പോകും. ഈ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനങ്കിലേക്ക് തിരികെയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബയാവിന്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം എന്തുവാ? ഈ ജെരബയാം എന്ന് പറയുന്ന ഇവൻ രാജാവായിരിക്കുന്നത് ആരായിരുന്നു അറിയാമോ? ദാവീദിന്റെ വീട്ടിലെ വേലക്കാരനായിരുന്നു. ദാവീദ് ഭരിച്ചു, ശലോമോൻ ഭരിച്ചു, അതെല്ലാം അവർക്ക് മഹത്വമാണ്. ഇപ്പൊ ഇയാൾ അവിടുത്തെ വേലക്കാരനായിരുന്നവനാ, ഇപ്പൊ രാജസ്ഥാനത്തിൽ വന്നു, ഇല്ലയോ? വന്നപ്പോ ജനം യെരുശലേമിലേക്ക് ആരാധനയ്ക്ക് പോകുന്നത് പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഇവര് രഹോബെയാമോട് ചേർന്ന് എന്നെ കൊന്നിട്ട് ഈ രാജ്യം അവർ വീണ്ടും തിരിച്ചു പിടിക്കുമെന്നൊരു ഭയം തൻ്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു. 2 കാളക്കന്നിനെ ഉണ്ടാക്കി 2 സ്ഥാനത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം. വീണ്ടും അവരെ കാളക്കന്നിനെ ആരാധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ അഹരോനൊരു കാളക്കന്നിനെ ഉണ്ടാക്കി കൊടുത്തു, ഇല്ലയോ? മോശ വരാൻ താമസമായപ്പോൾ ജനത്തെ നിലനിർത്താൻ വേറെ വഴിയില്ലാതെ കണ്ടപ്പോൾ ഉണ്ടാക്കി വെച്ച ഒരു കാളക്കന്നിനെ ഇന്നത് പല സഭകളിലും ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊന്നും പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇല്ലയോ? സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ആത്മീക ആരാധനയ്ക്ക് ജനങ്ങൾ പോകാതിരിക്കാൻ ഇന്നും സൂത്രം ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ കാളക്കന്നല ഉണ്ടാക്കി വെച്ചേക്കാം, മക്കളെ അങ്ങോട്ടൊന്നും പോകണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഇതാ ശരി. വേദപുസ്തകം ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാ, ശരിക്ക് കണ്ണു തുറക്കാത്തത് കൊണ്ടാ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ട ജനം, പ്രൈസ് ദി ലോർഡ്, കാളക്കന്നിന്റെ മുമ്പിൽ ഇന്നുമുണ്ട്. കാളക്കന്നിനെ ജെരബയാം ഉണ്ടാക്കി വെച്ചപ്പോൾ സ്തോത്രം, ദൈവകോപം ഇസ്രായേലിന്റെ മേൽ വന്നു. അവർ പലവിധമായ പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയി.
ഇസ്രായേൽ പലവിധമായ പ്രതികൂലങ്ങളിൽ കടന്നുപോയി. ദൈവം പല പ്രാവശ്യം അവർക്ക് ചാൻസ് കൊടുത്തു, വാൺ ചെയ്തു. എങ്കിലും അതിലൊന്നും അവരനുസരിച്ചില്ല.